എന്താ ഇവിടെ? മാഡം, അയ്യോ, അപ്പൊ നിങ്ങൾക്കാർക്കൊന്നും അറിഞ്ഞൂടെ? ദേ, ഈ ലോക്കപ്പിൽ കിടക്കുന്നതേ എന്റെ ആങ്ങളെ വളർത്തിയ കുട്ടിയാ. ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളുടെ കുട്ടിയെ നിങ്ങൾ പിടിച്ചോണ്ടോന്ന് ഇതിനകത്തിട്ടേക്കുമല്ലേ? ഞാനേ അവളെ കാണാൻ വന്നതാ. ഞാൻ അവൾക്ക് ഫുഡും വാങ്ങിക്കൊണ്ടാ വന്നേ. മാഡം, പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫുഡ് പ്രതികൾക്ക് കൊടുക്കാറില്ല. വേസ്റ്റ് ആയി പോയല്ലോ. ആ, സ്റ്റേഷന്റെ പുറത്തെ കൊടിച്ചിപ്പട്ടികളില്ലേ, നിങ്ങളിത് അവർക്ക് കൊടുത്തേക്ക്. ഇതേ പോലീസ് സ്റ്റേഷനായി പോയി. ഇല്ലെങ്കിൽ ഞാൻ അവരെ കൈകാര്യം ചെയ്തനെ. എന്തായാലും എന്റെ ആങ്ങളുടെ വളർത്തു മകൾക്കും അവളുടെ ഭർത്താവിനും ഇതുപോലെ സംസാരിക്കാൻ അവസരം കൊടുത്ത എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും എന്റെ നന്ദി. ഇവിടുന്ന് പോകുന്നതുവരെ ഇതുപോലുള്ള സൗകര്യങ്ങള് ഇവർക്ക് ചെയ്തു കൊടുക്കണേ. ഇതെന്റെ സ്വപ്നമായിരുന്നു. ഞാനൊന്ന് പുറത്തേക്ക് വരട്ടടി അംബികെ. ഇതിനുള്ള പകരം വിട്ടല് അപ്പാകാം. അതിനെ നീ പുറം ലോകം കണ്ടിട്ട് വേണ്ടിടി ഇറുതികെ. ഇനി നിന്റെ നല്ല കാലം മുഴുവൻ ഇതുപോലെ അഴിക്കുള്ളിലായിരിക്കും. ചിലക്കാതെ ഒന്ന് ഇറങ്ങി പോ മാറണവേ. പോകാടാ. കിട്ടിയ അവസരം മുതലാക്കാതെ എനിക്ക് പോവാൻ പറ്റുമോ? ഇവളെ കാണാനേ ഞാൻ ജയിലിലൊന്നും പോകില്ല. എന്നാലും നീ അയാളെ കൊന്നുകളഞ്ഞല്ലോടി. ആ, അല്ല, നീ ചെയ്തത് ന്യായം. അമ്മയുടെ അവിഹിതക്കാരനെ ഷൂട്ട് ചെയ്യുക തന്നെ വേണം. പക്ഷേ അയാള് നിന്റെ അച്ഛനല്ലായിരുന്നോടി? ഇതിന് ഞാൻ മറുപടി കൊടുക്കാം. വർമ്മ സാറിന്റെയും ശേഖരൻ സാറിന്റെയും അമ്മയ്ക്ക് ഏതോ പെരുങ്കള്ളനെ ജനിച്ച അവിഹിത സന്തതിയായ എടി അംബികെ, നിങ്ങളുടെ വിഹിതം അല്ലാതെ ജനിച്ച ദീപക് എന്ന ആ ആൾക്കുരങ്ങന്റെയും ജാതകം ഞാൻ തിരുത്തി എഴുതും. ഒരു പട്ടട ഒരുക്കി അമ്മയും മകനെയും ഞാനും ഋതികയും കൂടി പച്ചയ്ക്ക് കത്തിക്കും. അതുവരെ നീ വിറപ്പിച്ച് നടന്നോടി അംബികെ. മാഡം, മീഡിയയെ പേടിച്ച് എനിക്ക് എന്റെ മകളെ രക്ഷിക്കാതിരിക്കാൻ പറ്റുമോ സാർ? തെളിവുകളെല്ലാം അവൾക്കെതിരാണെന്ന് പറഞ്ഞ് ഒരു പോലീസുകാരൻ ഇങ്ങനെ വാശി പിടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും സാർ? സാർ, ഞാൻ വല്ലാതെ ടെൻഷനില്ല. സാർ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതെ സാർ, എന്നോടുള്ള പകയും വൈരാഗ്യമാ. അത് അവളോട് തീർക്കുകയാണ്. മകളെ കൊലക്കേസിൽ കുരുക്കി അകത്താക്കിയാൽ ഞാൻ ആകെ തകരുമല്ലോ. എന്റെ നാശം കാണുന്നു അവർക്ക്. ഹോം മിനിസ്റ്റർ വന്നിട്ട് പോയി. സദാശിവൻ സാർ അദ്ദേഹം വേണ്ടത് ചെയ്യാന്ന് വാക്ക് തന്നിട്ടുണ്ട്. എനിക്കൊന്നും അറിയില്ല സാർ.
ഞാൻ ഫോൺ വെക്കുക. പ്രശസ്തരായ സുപ്രീം കോടതിയിലെ വക്കീലന്മാർ വാദിച്ചാൽ പോലും ഋതുമോൾക്ക് ജാമ്യം കിട്ടില്ലെന്നാ ഓരോരുത്തർ പറയുന്നത്. ചേട്ടാ, വലിയ കൊടും കുറ്റവാളികൾക്ക് പോലും ജാമ്യം കിട്ടിയിട്ടില്ല ചേട്ടാ. ഇത് ഓരോരുത്തരെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. ഒരു കാര്യം സത്യം ചേട്ടാ, ശക്തരായ ശത്രുപക്ഷം മുതലെടുപ്പ് നടത്തുകയെ, എതിർ പാർട്ടിക്കാർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയെ. ചേട്ടാ, എല്ലാ സോഷ്യൽ മീഡിയകളിലും നമുക്കെതിരെ അനുകൂലമായും പ്രതികൂലമായുള്ള ന്യൂസുകളാ. എല്ലാം ശത്രുക്കളുടെ PR വർക്കുകളാ. എന്തൊക്കെയാ ഈ PR വർക്കുകൾ? അത് മകൾ ചെയ്ത കൊലപാതക കേസ് ഇല്ലാതാക്കാനും മകളെ രക്ഷപ്പെടുത്താനും മന്ത്രി ഓടി നടക്കുകയാണെന്ന്. ശക്തരായ പ്രതിപക്ഷം ഉള്ളതുകൊണ്ടും അവരെ പേടിച്ചുമാ ഇതുവരെ മകളെ സ്റ്റേഷനിൽ നടക്കാത്തതെന്ന മറ്റൊരു കൂട്ടർ. ഇത്രയും മാത്ര ശത്രുക്കൾ നമുക്കുണ്ടെന്ന് ഞാൻ ഇപ്പോഴായിട്ടാ മനസ്സിലാക്കുന്നത്. എനിക്കങ്ങനെ ശത്രുക്കളൊന്നും ഇല്ലായിരുന്നു ശേഖര. പണ്ട് ഞാൻ വഴിയെ നടന്നു പോകുമ്പോ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി തല ഉയർത്തി നോക്കുന്ന ഒരു നീർക്കോലി മാത്രമായിരുന്നു അനന്തൻ. അന്ന് ശല്യം സഹിക്കവയ്യാതെ ഞാനൊന്ന് നോവിച്ചു വിട്ടതാ. പക്ഷേ അവനിപ്പോ രാജവെമ്പാലിയായി പരിണാമം പ്രാപിച്ച് തിരിച്ചെത്തിയിരിക്കുക. കൊത്തിയെ അടങ്ങുമെന്ന മട്ടില്ല അവന്റെ നിൽപ്പ്. പിന്നീട് ഒരിക്കൽ എന്റെ നേരെ പാഞ്ഞെടുത്ത അവനെ ഋതുമോളൊന്ന് നോവിച്ചു വിട്ടു.